നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് ബാധിച്ച് 147 ദിവസം ബ്രിട്ടനിലെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് അവസാനം മരണത്തിന് കീഴടങ്ങി. ബ്രിട്ടനിലെ അറിയപ്പെടുന്ന ബിസിനസ് സംരംഭകനും സാമൂഹിക പ്രവർത്തകനുമായ ജിയോമോൻ ജോസഫാണ് ഇന്നലെ രാത്രി 8:30 ലണ്ടനിലെ പാപ്വർത്ത് ആശുപത്രിയിൽ കൊറോണ ബാധയെ തുടർന്ന് മരിച്ചത്. 44 വയസ്സായിരുന്നു. കോട്ടയം കാഞ്ഞിരപ്പള്ളി കുന്നുംഭാഗം സ്വദേശിയായ പന്തിരുവേലിൽ ജിയോമോൻ ജോസഫ് കോവിഡ് ബാധിച്ച് ലണ്ടനിലെ ക്യൂൻസ് ആശുപത്രിയിലും പിന്നീട് കോംബ്രിഡ്ജിലെ പാപ്വർത്ത് ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുകയായിരുന്നു. ജിയോമോൻ കോവിഡ് മുക്തനായിരുന്നു എങ്കിലും ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം എഗ്മോ വെന്റിലേറ്റർ സഹായത്തോടെ ചികിത്സയിൽ തുടരുകയായിരുന്നു. വിദ്യാർത്ഥിയായിരിക്കെ KSUവിന്റെ സജീവ പ്രവർത്തകനും കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിന്റെ ചെയർമാനും കൗൺസിലറുമായിരുന്നു ഇദ്ദേഹം. കോവിഡ് മൂലം ആശുപത്രിയിലായ ജിയോമോൻ കോവിഡ് ലക്ഷണങ്ങളിൽ നിന്നും പൂർണ്ണമായും മുക്തനായിരുന്നു എങ്കിലും ശ്വാസകോശത്തിന്റെ പ്രവർത്തനം തകരാറിലായതിനാൽ 147 ദിവസമായി എഗ്മോ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയുള്ള ചികിത്സയിലായിരുന്നു. ഏതാനും ദിവസങ്ങളായി ശ്വസന സഹായിയുടെ സപ്പോർട്ടില്ലാതെ തന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനിടെയാണ് പെട്ടെന്ന് രോഗം മൂർച്ഛിച്ചതും മരണം സംഭവിച്ചതും. കാഞ്ഞിരപ്പള്ളി പന്തിരുവലിൽ PM ജോസഫിന്റെയും പാലാ സ്രാമ്പിക്കൽ കുടുംബാംഗമായ ത്രേസ്യാമ്മ ജോസഫിന്റെയും മകനാണ്. തേനമ്മാക്കൽ കുടുംബമായ സ്മിതയാണ് ഭാര്യ. നേഹാനിയാൽ, കാതറിൻ എന്നിവർ മക്കളാണ്. മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിക്കാനാണ് കുടുംബാംഗങ്ങളുടെയും ബന്ധുക്കളുടെയും ആഗ്രഹം. കോവിഡ് ബാധിതനായിരുന്നുവെങ്കിലും നിലവിൽ അത് സംബന്ധിച്ച ലക്ഷണങ്ങൾ ഇല്ലാതിരുന്നതിനാൽ മൃതദേഹം നാട്ടിലെത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രായമായ മാതാപിതാക്കളും കഴിയുന്നത്. ബ്രിട്ടനിൽ കോവിഡ് മൂലം മരിക്കുന്ന 17ാമത്തെ മലയാളിയാണ് ജിയോമോൻ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.